സൗപർണം ഗരുഡോൽപത്തി. ശൗനകൻ പറഞ്ഞു, ഹേ സൂതജ, എന്തു തെറ്റാണ് ഇന്ദ്രൻ ബാലഖില്യരോട് ചെയ്തത്? ബാലഖില്യരുടെ തപസ്സാൽ ഗരുഡോത്ഭവം എങ്ങനെ സംഭവിച്ചു? കശ്യപധ്വജന് ഈ പക്ഷി എങ്ങനെ പുത്രനായി? അവൻ അവധ്യനും അദൃശ്യനുമായത് എങ്ങനെ? കാമകനും കാമവീര്യനും ആയത് എങ്ങനെ? പുരാണത്തിൽ പറഞ്ഞതാണെങ്കിൽ അത് കേൾക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സൂതൻ പറഞ്ഞു, എന്നോട് ഭവാൻ ചോദിച്ച ചോദ്യം പുരാണ വിഷയം തന്നെയാണ്. എല്ലാം ഞാൻ ചുരുക്കി പറയാം, കേട്ടുകൊള്ളുക. പുത്രാർത്ഥനായി യജ്ഞം ചെയ്യുന്ന കശ്യപന് അക്കാലത്ത് ഋഷിമാരും ഗന്ധർവന്മാരും വിബുധന്മാരുമെല്ലാം വേണ്ട സഹായം ചെയ്തു. കശ്യപൻ ഹോമത്തിനുള്ള വിറക് കൊണ്ടുവരുവാൻ ഇന്ദ്രനെയും ദേവകളെയും ബാല്യഖില്യരെയും വിട്ടു. ശക്രൻ തന്റെ ശക്തിക്കൊക്കുകളെയും ബാല്യഖില്യരെയും ഹോമത്തിനുള്ള വിറക് കൊണ്ടുവന്നു. അത് കൊണ്ടുപോരുമ്പോൾ പെരുവിരലിനോളം ദേഹമുള്ള ബാലഖില്യ ഋഷീന്ദ്രൻ ഓരോ ചെത്തുപോളും തലയിലേന്തി പോകുന്നത് ഇന്ദ്രൻ കണ്ടു. ആ ബാലഖില്യ മഹർഷിമാർ നിരാഹാരരായി ഭാരവും ചുമന്നു പോകുമ്പോൾ വഴിക്ക് ഒരു പശുക്കുളമ്പ് പതിഞ്ഞതിൽ വെള്ളം കെട്ടി നിന്നിരുന്നു. വിരലോളം പൊക്കമുള്ള അവർക്ക് അതൊരു മഹാസരസ്സായിരുന്നു. അതിൽ വീണുഴലുന്ന ആ അങ്കുഷ്ടമാത്രരായ മനുഷ്യരെ കണ്ട് വീരോന്മത്തനായ ഇന്ദ്രൻ പരിഹസിച്ചു ചിരിച്ച് അവരെ പിടിച്ചു കയറ്റാതെ അതിക്രമിച്ച് കടന്നുപോന്നു. ഇതു കണ്ടപ്പോൾ ഋഷിമാർക്ക് കോപവും ഖേദവും ഉണ്ടായി. അവർ പിന്നെ ഇന്ദ്രനെ ഭയപ്പെടുത്തുവാനായി മഹാകർമ്മം ആരംഭിച്ചു. അവർ യഥാവിധി അഗ്നിയിൽ ഹോമം ചെയ്തു. ഉച്ഛാവചമായ മന്ത്രം ചൊല്ലി. എന്താണ് അവർ ഇച്ഛിക്കുന്നതെന്ന് കേൾക്കുക. കാമ്യവീരനും കാമഗമനും അമരേന്ദ്രന് ഭയമുണ്ടാക്കുന്നവനുമായ മറ്റൊരിന്ദ്രൻ സുരന്മാർക്കുണ്ടാകണമെന്നാണ് അവരുടെ മനസ്സങ്കല്പം. ഇന്ദ്രനേക്കാൾ 100 ഇരട്ടി ശക്തിയുള്ളവനും വീരനും മനോജവനുമായ മറ്റൊരു ഇന്ദ്രൻ ഞങ്ങളുടെ തപസ്സുകൊണ്ടുണ്ടാകട്ടെ എന്ന് അവർ പ്രാർത്ഥിച്ചു. ഇത് ഇന്ദ്രൻ അറിഞ്ഞു. ഇനി എന്തു ചെയ്യും? കശ്യപനെ ശരണം പ്രാപിക്കുക തന്നെ. ഇന്ദ്രന്റെ അപേക്ഷ പ്രകാരം കശ്യപൻ ബാല്യഖില്യരുടെ സമീപം ചെന്ന് അവരുടെ കർമ്മസിദ്ധിയെപ്പറ്റി ചോദിച്ചറിഞ്ഞു. കശ്യപൻ അവരെ സാന്ത്വനപ്പെടുത്തി. ബ്രഹ്മാവ് ശക്രനെ 3 ലോകത്തിനും ഇന്ദ്രനായി നിശ്ചയിച്ചിരിക്കെ മറ്റൊരിന്ദ്രനു വേണ്ടി നിങ്ങൾ ഇച്ഛിക്കുന്നത് ശരിയാണോ? ബ്രഹ്മകൽപ്പനയെ മിഥ്യയാക്കുവാൻ ശ്രമിക്കാമോ? നിങ്ങൾ സങ്കല്പിച്ചു ചെയ്യുന്ന കർമ്മം ഒരിക്കലും മിഥ്യയായി വരുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നവൻ പക്ഷികൾക്കൊക്കെ ഇന്ദ്രനായി വരട്ടെ. ദേവരാജാവ് നിങ്ങളോട് ഇപ്രകാരം ഇരക്കുന്നു. അവനെ ഉപദ്രവിക്കരുത്, അവനിൽ ക്ഷമിക്കണം. സൂതൻ പറഞ്ഞു. ഇപ്രകാരം പറയുന്ന കശ്യപനോട് ബാല്യഖില്യർ സൽക്കാരപൂർവം ഉത്തരം പറഞ്ഞു. ബാലഖില്യന്മാർ പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ മറ്റൊരിന്ദ്രനു വേണ്ടി ശ്രമിക്കുന്നവരാണ്. ഭവാൻ പുത്രലാഭത്തിന് കർമ്മം ചെയ്യുകയാണല്ലോ. ഈ കർമ്മം സഫലമാക്കുമാറ് അങ്ങ് ഏറ്റുവാങ്ങിയാലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ശ്രേയസ് ഭവിക്കുകയും ചെയ്യും. സൂതൻ പറഞ്ഞു. ഇക്കാലത്ത് ദക്ഷനന്ദിനി ശുഭാംഗിയായ വിനത പുത്രനെ കാമിച്ച് ശുചിയായി തപസ്സു ചെയ്ത് വ്രതസ്നാന വിശുദ്ധയായി പുംസവനത്തിങ്കൽ ഭർത്താവിന്റെ പാർശ്വത്തെ പ്രാപിച്ചു. അപ്പോൾ കശ്യപൻ ഇപ്രകാരം പറഞ്ഞു. ദേവി, നിന്റെ ഇംഗിതം ഏറ്റവും സഫലമായി തീരും. നീ വീരന്മാരായ 2 പുത്രന്മാരെ പ്രസവിക്കും. അവർ ഭുവനേശ്വരന്മാരായി തീരും. ബാലഖില്യന്മാരുടെ തപസ്സുകൊണ്ടും എന്റെ സങ്കല്പം കൊണ്ടും ഈ പറഞ്ഞത് നിശ്ചയമായും സംഭവിക്കും. നിനക്കു ജനിക്കുന്ന പുത്രൻ യോഗ്യനായും വിശ്വപൂജിതനായും തീരും. മഹോദയമായ ഈ ഗർഭം തെറ്റുപറ്റാതെ നീ ധരിക്കുക. ദ്വിജോത്തമന്മാരായ ഇവർ പക്ഷിപ്പരീക്ഷയ്ക്ക് ഇന്ദ്രപട്ടം കൊടുക്കുകയും വിശ്വമാനിതരായി ഭവിക്കുകയും ചെയ്യും. പിന്നെ പ്രജാപതി ഇന്ദ്രനോട് പറഞ്ഞു, വീരന്മാരായ ഇവർ നിന്റെ സഹോദരന്മാരാണ്. അവർ നിനക്ക് തുണയായി ഭവിക്കും. ഇവർ മൂലം ഹേ വാസവ, നിനക്ക് ദോഷമൊന്നും സംഭവിക്കുന്നതല്ല. നിന്റെ മനസ്താപം കളയുക. തീർച്ചയായും അങ്ങു തന്നെയാണ് ദേവേന്ദ്രൻ. ഇനി ഭവാൻ സജ്ജനങ്ങളെ പരിഹസിക്കരുത്. വജ്രം പോലെ വാക്കുള്ളവരും കോപനന്മാരുമായ യോഗ്യന്മാരെ പരിഹസിക്കരുത് എന്ന് ബ്രഹ്മാവ് പറഞ്ഞപ്പോൾ ഇന്ദ്രൻ ശങ്കുവിട്ട് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി. സിദ്ധാർത്ഥയായ വിനത ആനന്ദം പൂണ്ടു. പിന്നെ അവൾക്ക് അരുണൻ, ഗരുഡൻ എന്നീ 2 പുത്രന്മാരുണ്ടായി. അരുണൻ വികലനായി സൂര്യസാരഥിയായി. ഗരുഡൻ പക്ഷികൾക്ക് ഇന്ദ്രനായി അഭിഷിക്തനായി. അവന്റെ മഹാകർമ്മങ്ങൾ ഹേ ഭൃഗുനന്ദന കേട്ടാലും. സൗപർണം ദേവഗരുഡ യുദ്ധം. സൂതൻ പറഞ്ഞു. ദേവകൾ ആയുധങ്ങളുമേന്തി ചട്ടയണിഞ്ഞ് അമൃതനോട് ജാഗ്രതയോടെ കാത്തുകൊണ്ടിരിക്കെ ദേവന്മാർക്കെതിരായി ഗരുഡന്റെ വരവ് കണ്ടു. അവനെ അകലെ നിന്ന് കണ്ടപ്പോൾ തന്നെ ദേവലോകം വിറച്ചുപോയി. ആയുധങ്ങൾ കൂട്ടിമുട്ടി
ജണചണൽക്കാരമുണ്ടായി. മിന്നലിനും അഗ്നിക്കും തുല്യമായ ആകാരത്തോടെ അത്ഭുതമേയ വിക്രമനായ വിശ്വകർമാവ് അമൃത് കാക്കുവാൻ നിൽക്കുന്നുണ്ട്. അവൻ പക്ഷിയുമായി പടവെട്ടി. പക്ഷം കൊണ്ടടിച്ചും കൊക്കുകൊണ്ട് കൊത്തിയും മുഹൂർത്ത സമയം പോരാടിയപ്പോൾ വിശ്വകർമാവ് ക്ഷതമേറ്റ് ക്ഷീണിച്ചു വീണു. വിസ്തൃതമായ ചിറകു വിടർത്തിയടിച്ച് കൊടുങ്കാറ്റുണ്ടാക്കി പൊടി പറപ്പിച്ച് ലോകമൊക്കെ ഇരുട്ടാക്കി ദേവസേനയിൽ പൊടി അവൻ വർഷിച്ചു. ധൂളിപാളിയിൽപ്പെട്ട് ദേവസേന മൂർച്ഛിച്ചു. സുധ കാക്കുന്നവർക്ക് കണ്ണു കാണുവാൻ വയ്യാതെയായി. പക്ഷി എവിടെയാണെന്നു പോലും അറിയാതെയായി. ഇപ്രകാരം ഖഗേശ്വരൻ ദേവലോകത്തെ ഇരുട്ടിലിട്ട് ഇളക്കിമറിച്ചു. പക്ഷതുണ്ട് പ്രഹരം കൊണ്ട് ദേവന്മാരുടെ ദേഹമൊക്കെ കീറി. അപ്പോൾ സഹസ്രാക്ഷനായ ഇന്ദ്രൻ വായുവിനോട് പറഞ്ഞു, ഹേ മാരുത, ധൂളിവർഷം മാറ്റുക. അത് നിന്റെ കർത്തവ്യമാണ്. വായുദേവൻ ധൂളി പാടെ അടിച്ചു മാറ്റി. ആകാശം തെളിഞ്ഞു. മൂടൽ നീങ്ങിയപ്പോൾ ദേവന്മാർ ആ പക്ഷിയെ നല്ലപോലെ മർദ്ദിച്ചു. ദേവന്മാരുടെ ഭയങ്കരമായ മർദ്ദനമേറ്റപ്പോൾ പക്ഷി കാളമേഘം പോലെ ഭയങ്കരമായി അലറി. ലോകം കിടിലം കൊണ്ടു. ശത്രുഭീഷണനായ പക്ഷി മേൽപോട്ട് പൊങ്ങി. വാനവർക്ക് പരിഭാഗത്തായി ആ വിരുദ്ധനായ ഖഗേന്ദ്രൻ വിലസുമ്പോൾ ചട്ടയിട്ട ദേവകൾ ഇന്ദ്രനുമൊത്ത് ശരങ്ങൾ ചൊരിഞ്ഞു. പട്ടസം, പരിഖം, ശൂലം, ഗദ, ക്ഷുരം, ചക്രം എന്നിങ്ങനെയുള്ള പലവിധ ശസ്ത്രങ്ങൾ അവർ ഗരുഡന്റെ നേരെ പ്രയോഗിച്ചു. ഘോരമായി പോരാടുന്ന ആ പക്ഷിവീരന് യാതൊരു കൂസലുമുണ്ടായില്ല. അവൻ ആകാശത്തിൽ അഗ്നി എരിയുന്ന മാതിരി ശോഭിച്ചു. പക്ഷം കൊണ്ടും വക്ഷസ്സുകൊണ്ടും പ്രഹരിച്ച് ഓരോരുത്തനെ പിടിച്ച് എറിഞ്ഞ് ഗരുഡൻ മർദ്ദിച്ചു. നഖം കൊണ്ടും കൊക്കുകൊണ്ടും ക്ഷതമേറ്റ ദേവന്മാർ ചോരയൊലിച്ച് ഓടി. സാധ്യഗന്ധർവന്മാർ കിഴക്കോട്ടും, വസുക്കൾ തെക്കോട്ടും, ആദിത്യന്മാർ പടിഞ്ഞാറോട്ടും, അശ്വനീ ദേവകൾ വടക്കോട്ടും ഓടിക്കളഞ്ഞു. അവർ വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കി ഭയപ്പെട്ടോടി. ഗരുഡന്റെ അടിയേറ്റ് ദേവന്മാർ രുദ്രന്മാരോടുകൂടി ഓടി. വീരനായ ഗരുഡൻ യുദ്ധം നിർത്തിയില്ല. അവൻ വീരനായ അശ്വക്രന്ദനോടും രേണുകനോടും ക്രദ്ധനോടും തപനനോടും ശ്വസനനോടും ഉലൂകനോടും നിമേഷനോടും പ്രരുജനോടും പുളിനനോടും ഘോരമായി യുദ്ധം ചെയ്ത് നഖതുണ്ടങ്ങളാൽ അവരുടെ ദേഹം കീറി. പ്രളയത്തിൽ ഘോരമായ കാലരുദ്രനെ പോലെ ഖഗേശ്വരൻ പോരാടി. ആ ഉത്സാഹശാലികളായ വീരന്മാർ ഗരുഡന്റെ നഖക്ഷതമേറ്റ് മുറിഞ്ഞ് പൂത്ത മുരിക്കിൻ കാടുകൾ പോലെ ചോരയിൽ മുഴുകി ശോഭിച്ചു. ആ ദേവസമൂഹത്തെയെല്ലാം ഹതപ്രാണരാക്കി ആ ഖഗോത്തമൻ വിട്ടു. അമൃതിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ചുറ്റും കടുത്ത അഗ്നിയെ ദർശിച്ചു. ജ്വാലാമാലയോടുകൂടി ശിഖി ആകാശത്തിൽ ആളിക്കൊണ്ടിരുന്നു. ചണ്ടാംശ പോലെ ഉഗ്രമായ ചണ്ടമായ കാറ്റേറ്റ് അഗ്നി ജ്വലിച്ചു. ഉടനെ ഗരുഡന് 1800 മുഖങ്ങൾ കാണപ്പെട്ടു. ആ മുഖങ്ങളിൽ നദീജലം എടുത്ത് ജ്വലിക്കുന്ന അഗ്നിയിൽ ഒഴിച്ച് തീ കെടുത്തി. ജ്വലിക്കുന്ന ആ തീ ശമിച്ചപ്പോൾ പക്ഷിരാജാവായ ഗരുഡൻ തന്റെ ദേഹമൊന്ന് ചെറുതാക്കി അമൃതിന്റെ അടുത്തേക്ക് കുതിച്ചു.